ഫോണിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അഭിഷേകിനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, എന്തിനാ മോളെ അത് വേണ്ട, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മോൾക്ക് അഭിയെ വിശ്വാസമില്ലാത്തതുപോലെ ആയില്ലേ, അത് വിഷമമായില്ല, അത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പക്ഷേ സംസാരിച്ച ആളുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഗായത്രി ആൻറ്റിയെ നല്ല രീതിയിൽ അറിയാവുന്നത് പോലെയാണ്. അതായത് അഭിഷേക് പറഞ്ഞില്ലെങ്കിലും ഗായത്രി ആൻറ്റിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം തുറന്നു പറയും, സമ്മതിക്കും, സത്യാവസ്ഥ അറിയാൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞത്. അത് കേൾക്കുമ്പോഴാണ് എനിക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മയോട് കാര്യങ്ങൾ ചോദിക്കുക, സംശയം മാറട്ടെ എന്ന് പറയുമ്പോൾ, പക്ഷെ അങ്ങനെ അച്ഛനില്ല എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചോദിച്ചാൽ അത് ശരിയാവില്ല, അത് വിഷമമാകില്ല എന്നൊക്കെ ചോദിക്കണം. ഡയറക്റ്റ് ചോദിക്കേണ്ട, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ഇൻഡയറക്റ്റായിട്ട് പതുക്കെ ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ഈശയ്ക്ക് അത് ശരിയാണെന്ന് തോന്നുകയാണ്. ശേഷം കാണിക്കുന്നത് നമ്മുടെ ദേവബാലയെ ഗായത്രി ദേവി മടിയിൽ കിടത്തി ഇങ്ങനെ ആശ്വസിച്ച് ഉറങ്ങുന്ന ദേവബാലയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവരാജൻ മാഷ് വന്നിട്ട് പറയുന്നുണ്ട്, ഗായത്രി ഒന്ന് വന്നേന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, ഞാൻ എൻ്റെ മോൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണെങ്കിലും ഞാനിവിടെ നിന്നത്, പക്ഷേ ഇനി അത് ശരിയാവില്ല, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ പോകാൻ പോവുകയാണ്. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ മോൾ ഇവിടെ എന്ത് കാണിച്ചാലും നിങ്ങൾ ഇനി അവൾക്ക് കൂടുതൽ കെയറിംഗ് ഒന്നും കൊടുക്കേണ്ട, സ്നേഹമൊന്നും പ്രകടിപ്പിക്കേണ്ട, അവൾ മനസ്സിലാക്കട്ടെ, അവൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല, അതൊക്കെ വെറും സ്വപ്നം മാത്രമാണെന്ന് അവൾ തിരിച്ചറിയണം എന്ന് ഗായത്രിയോട് പറയുമ്പോൾ, മാഷിനെ അങ്ങനെ വിചാരിച്ചിട്ട് പോകാൻ പറ്റുമോ, അവളെ അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ, പേരിലാണ് സാർ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എൻ്റെ മകൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടാണെന്നുണ്ടെങ്കിലും എനിക്കതിനോട് ഒട്ടും താല്പര്യമില്ല. കാരണം എനിക്ക് അവൾ എൻ്റെ മോളെ പോലെയാണ്, മോളെ പോലെയല്ല മോള് തന്നെയാണ്, അതുകൊണ്ട് തന്നെ എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളങ്ങനെ എന്തിൻ്റെ പേരിലും അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഞാൻ തയ്യാറല്ല, അങ്ങനെയല്ല ഞാൻ അവളെ കണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് പറയുകയാണ്. തന്നെയായാലും ദേവാലയുടെ അസുഖം മാറുന്നത് വരെ അവളെയും കൂടി ഇവിടെ തന്നെ നിൽക്ക്, എങ്ങും പോവണ്ട, ഞാൻ അഭിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയുകയാണ് ഗായത്രി ദേവി. ശേഷം കാണിക്കുന്നത് നമ്മുടെ അഭിയും സോഹനും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ അഭി പറയുകയാണ്, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്നോടുള്ളതിനേക്കാളും കെയറിങ്ങും സ്നേഹവും ഒക്കെ ഇപ്പോൾ അവളോടാണ്, അതുകൊണ്ട് എന്ത് കാര്യമുണ്ട്, സ്വന്തം മോനോട് കാണിക്കാത്ത താല്പര്യം മറ്റുള്ളവരോട് കാണിച്ചിട്ട് എന്തിനാ എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു മറ്റുള്ളവരാണോ നിങ്ങൾക്ക് ദേവരാജൻ മാഷ് എന്നൊക്കെ സോഹനും ചോദിക്കുകയാണ്. നിനക്ക് ഇപ്പോൾ ടെൻഷൻ മുഴുവൻ ഇഷയും അച്ഛനും ഒക്കെ ഇത് അറിയും എന്നുള്ളത് വെച്ചിട്ടാണ്. ഇത് തൽക്കാലം ദേവരാജൻ മാഷിനും അതുപോലെ തന്നെ ഇഷയ്ക്കോ അക്ഷയുടെ അച്ഛനോ ആർക്കും ഒരു പ്രശ്നമില്ലാതെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം, അതിനുള്ള കാര്യങ്ങളാണ് ആലോചിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവിടെ ഒരു പുതുമുഖം വരികയാണ്. ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഒരാൾ വന്നിട്ട് ഒരു അടിപൊളി കാറിലൊക്കെ വന്ന് ഇറങ്ങി, അവർ കരിക്ക് കുടിച്ചുകൊണ്ടെന്ന് വെച്ചാൽ അതേ സ്ഥലത്ത് തന്നെ വന്ന് കരിക്ക് കുടിക്കുകയാണ്. അതിനുശേഷം പൈസ കൊടുക്കാൻ ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് അത് വിൽക്കുന്ന ആളോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമ്മുടെ സോഹനും അഭിഷേകും ഇടപെടുകയാണ്. അയാളോട് വളരെ കയർത്ത് സംസാരിച്ച് പൈസ ഇല്ലെങ്കിൽ അത് ആദ്യമേ അന്വേഷിക്കണമായിരുന്നു, ഗൂഗിൾ പേ ഉണ്ടോ എന്ന്, എന്നിട്ട് വേണം കുടിക്കാനായിരുന്നത്, അല്ലാണ്ട് ഇങ്ങനെയല്ല, നീ ഇത്രയും ചെയ്തതിന് അയാളോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് അയാളെക്കൊണ്ട് മാപ്പ് പറയിക്കുകയാണ്. അങ്ങനെ അയാൾ ഇഷ്ടമില്ലാതെ മാപ്പ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ശേഷം കാണിക്കുന്നത് നമ്മുടെ ഈശോയുടെ വീടാണ്. ഈശോയുടെ വീട്ടിലേക്ക് ഈ ജെന്റിൽമാൻ കോട്ടും സൂട്ടൊക്കെ ഇട്ട ആൾ വന്ന് വീട്ടിൽ വന്ന് ഹോണടിക്കുമ്പോൾ അവിടുത്തെ ആൾ വന്ന് തുറക്കുകയാണ്. അപ്പോൾ ഇത് ആരാന്ന് വയ്ക്കുമ്പോഴേക്കും ദാസൂട്ടൻ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദാസൂട്ടൻ ആലോചിക്കുന്നുണ്ട്, എന്നെ ദാസൂട്ടനൊക്കെ വിളിക്കണമെങ്കിൽ എന്നെ ശരിക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ്, ഞാൻ ശ്രീനിവാസൻ്റെ മോനാണ് ആണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്, വണ്ടിപ്പെരിയാർ വെച്ചല്ലേ ലാസ്റ്റ് കണ്ടത്, എന്തായാലും മോൻ വാന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ റാംമോഹൻ സാറിനെ അന്വേഷിക്കുമ്പോൾ അവിടെ ഇല്ലയെന്ന് പറയുമ്പോൾ ഇഷയെ അന്വേഷിക്കുകയാണ്. അപ്പോൾ തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ പറഞ്ഞു വെച്ചിരുന്ന കാര്യം വേണ്ടാന്ന് വെച്ച് നമ്മുടെ പാരൻസ് അതിൻ്റെ പേരിൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് ഇഷയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല.